പത്തനംതിട്ട ഏഴംകുളം ഏനാത്ത് വീടും സ്ഥലവുമില്ലാത്ത കുടുംബങ്ങളുടെ പുനരധിവാസത്തിനായി ലൈഫ് പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ ഒരുക്കുന്ന ഫ്ളാറ്റ് സമുച്ചയങ്ങളുടെ നിർമ്മാണം പ്രതിസന്ധിയിൽ. 2 ഫ്ളാറ്റ് സമുച്ചയങ്ങളിലായി 54 കുടുംബങ്ങളുടെ പുനരധിവാസമായിരുന്നു ലക്ഷ്യമിട്ടത്. ലൈറ്റ് വെയ്റ്റ് സ്റ്റീൽ ഫ്രെയിം സാങ്കേതിക വിദ്യയിലാണ് ഫ്ളാറ്റ് സമുച്ചയങ്ങൾ നിർമ്മിക്കാൻ തീരുമാനിച്ചത്. പ്രവീൺ പുരുഷോത്തമൻ നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. ഗുഡ് ഈവനിംഗ് പ്രവീൺ പുരുഷോത്തമൻ. ഈ ഏനാത്ത് പുനരധിവാസത്തിനായി തയ്യാറാക്കിയിട്ടുള്ള ഈ ഫ്ളാറ്റ് സമുച്ചയം എന്തുകൊണ്ടാണ് ഇപ്പോഴും പൂർത്തിയാകാതെ ഇങ്ങനെ കിടക്കുന്നത്? എന്താണ് അവർ നേരിടുന്ന പ്രതിസന്ധി? സുജയ, ഈ ഫ്ളാറ്റിന്റെ ദൃശ്യം കാണുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാകും. ഞാനിപ്പോൾ നിൽക്കുന്നത് ലൈഫ് പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ വീടും സ്ഥലവുമൊന്നും ഇല്ലാത്തവർക്ക് വേണ്ടി നിർമ്മിക്കുന്ന ലൈഫ് പദ്ധതി പ്രകാരം ഫ്ളാറ്റ് സമുച്ചയത്തിനകത്താണ്. പക്ഷേ ഇതിൻ്റെ നിർമ്മാണം ഈ കാണുന്ന രീതിയിൽ മാത്രം ആണ് പുരോഗമിക്കുന്നത്. അതിപ്പോൾ ഏകദേശം നിലച്ച മട്ടാണ് എന്ന് തന്നെ പറയാം. ഇവിടെ 48 ഗുണഭോക്താക്കളാണ് ഏഴംകുളം പഞ്ചായത്തിൻ്റെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. അതായത് 48 കുടുംബങ്ങൾക്ക് അവർക്ക് വീടും സ്ഥലവും ഒന്നും ഇല്ലാത്തവരാണ്. അവരെ പുനരധിവസിപ്പിക്കുന്നതിനായിട്ട് ലൈഫ് പദ്ധതി പ്രകാരം ഇവിടെ 2 ഫ്ളാറ്റ് സമുച്ചയങ്ങളാണ് വിഭാവനം ചെയ്തിരുന്നത്. അത് ലൈറ്റ് വെയ്റ്റ് സ്റ്റീൽ ഫ്രെയിം, ആ ഒരു ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഫ്ളാറ്റ് സമുച്ചയങ്ങൾ നിർമ്മിക്കാൻ കരാർ നൽകിയത്. അത് നമുക്കിപ്പോൾ കാണാം. ഈ ലൈറ്റ് വെയ്റ്റ് സ്റ്റീൽ ഫ്രെയിമിൽ അതിൻ്റെ പുറംഭാഗമൊക്കെ ഇങ്ങനെ നിർമ്മിച്ചിട്ടുണ്ട്. 4 നിലകളിലായിട്ട് നിർമ്മിക്കുന്ന ഫ്ളാറ്റ് സമുച്ചയമാണ്. പക്ഷേ ഇതിപ്പോൾ ഈ കാണുന്ന രീതിയിൽ മാത്രം ഇവിടെ നിർമ്മാണം അവസാനിച്ചിരിക്കുന്നു. ഇനി ഒരടി ഇതിൻ്റെ നിർമ്മാണം മുന്നോട്ട് പോകുന്നില്ല. ഇപ്പോൾ 2ാമത് ഫ്ളാറ്റ് സമുച്ചയത്തിനുള്ള ഈ അടിത്തറ, അതിൻ്റെ തറ നിർമ്മാണം മാത്രം ഇങ്ങനെ ആക്കി കിടക്കുകയാണ്. പക്ഷേ അവിടെയും നിർമ്മാണം പുരോഗമിക്കുന്നില്ല. 1ാം നമ്പർ ആ ഫ്ളാറ്റിൻ്റെ നിർമ്മാണം അത് പൂർത്തിയായിട്ടില്ല. ഇപ്പോൾ ഈ കാണുന്ന രീതിയിലാണ് ഉള്ളത്. ഇപ്പോൾ നമ്മോടൊപ്പം ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ ഈ വാർഡംഗം അഡ്വക്കേറ്റ് എ താജുദ്ദീൻ ഉണ്ട്. നിങ്ങളിപ്പോൾ അധികാരികളുമായി ബന്ധപ്പെട്ടപ്പോൾ എന്താണ് അവർ പറയുന്നത്? നമ്മൾ കഴിഞ്ഞ 1 വർഷമായിട്ട് ഇതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പം ഈ നിർമ്മാണ പ്രവർത്തികൾ എന്തുകൊണ്ട് പുനരാരംഭിക്കുന്നില്ല എന്നുള്ള ചോദ്യം ഉയർന്നപ്പോൾ അത് റേറ്റ്, ഇപ്പം നമുക്കിവിടെ കരാർ വെച്ച 7.2 കോടി രൂപയ്ക്കാണ് ഇത് കരാർ വെച്ചിരുന്നത്. എന്നാൽ ഇപ്പോഴത്തെ മെറ്റീരിയൽ കോസ്റ്റ് വർദ്ധിച്ചത് കാരണം വീണ്ടും അവർക്ക് ഈ എഗ്രിമെൻ്റ് റേറ്റ് കൂട്ടിക്കൊടുക്കണം എന്നുള്ള ഡിമാൻഡ് കമ്പനിയിൽ നിന്നുമുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിർമ്മാണ പ്രവർത്തികൾ നിർത്തിവെച്ചിരിക്കുന്നത്. അപ്പം ആ റേറ്റ് കൂട്ടിക്കൊടുക്കുന്ന വശം തൊട്ടടുത്ത ദിവസം അവർ പണി പുനരാരംഭിക്കും എന്നാണ് എന്നോട് അറിയിച്ചത്. എന്നോടും അതുപോലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരാണ് ഇതുമായി ബന്ധപ്പെട്ട് പോയിട്ടുള്ളത്. സുജയ, ഈ ഒരു പട്ടികയിൽ ഇടം പിടിച്ച കുടുംബങ്ങളുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 40ഓളം കുടുംബങ്ങളുണ്ട്. അവരെല്ലാം വലിയ പ്രതീക്ഷയിലായിരുന്നു. കാരണം അവർക്ക് ഈ ഒരു ഫ്ളാറ്റ് സമുച്ചയം അതിന്റെ നിർമ്മാണം പൂർത്തിയായാൽ അവർക്ക് കുടുംബസമേതം ഇങ്ങോട്ട് താമസം മാറാം. ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. ആ കുടുംബങ്ങൾക്ക് കയറി പാർക്കാൻ എന്ന് പോയിട്ട് അവിടെ മഴ പെയ്താൽ കയറി നിൽക്കാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലാണ് അത് ഇട്ടിരിക്കുന്നത്. എന്തായാലും ഈ സാങ്കേതിക വിദ്യയൊക്കെ നല്ലതാണ്. പക്ഷേ അത് മനുഷ്യനെ കയറി കിടക്കാൻ പാകത്തിൽ അത് പണിത് പൂർത്തിയാക്കുന്ന തരത്തിൽ ഉപകരിക്കപ്പെടണം എന്നുള്ളതാണ്. ലൈറ്റ് വെയ്റ്റ് സ്റ്റീൽ ഫ്രെയിം എന്നൊക്കെ കേൾക്കുമ്പോൾ നല്ല കൗതുകം. പക്ഷേ നിർമ്മാണം നിലച്ചു കിടക്കുകയാണ്. ഏനാത്തെ ലൈഫ് പദ്ധതിയിലെ കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. അധികൃതർ ഈ പ്രശ്നം പരിഹരിക്കും, അല്ലെങ്കിൽ അതിന്റെ നിർമ്മാണം എത്രയും പെട്ടെന്ന്, അവിടെ ആ കാടൊക്കെ മൂടി തുടങ്ങിയിരിക്കുകയാണ്, എത്രയും പെട്ടെന്ന് അത് പരിഹരിക്കുമെന്ന പ്രതീക്ഷയോടെ